വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ ചുരുൾ അഴിയുകയാണ്. പ്രതി അഫാന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. കൂട്ടക്കുരുതി നടത്തിയത് കടബാധ്യതയെ തുടർന്ന് ആണ്. അതിന് പിന്നാലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ കുടുംബത്തിൽ എല്ലാവരും ആത്മഹത്യ ചെയ്യുമെന്ന സംശയമുണ്ടായിരുന്നു. ആ സംശയത്തിൽ മറ്റുള്ളവരെ വധിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളാണ് നൽകുന്നത്. പണമിടപാട് സ്ഥാപനത്തിൽ നിന്ന് വാങ്ങിയ 1400 രൂപ കൊണ്ട് ആയുധം വാങ്ങി എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് അന്വേഷണ സംഘം അഫാന്റെ മൊഴി രേഖപ്പെടുത്തിയത്. മൊഴിയിലെ വിവരങ്ങൾ സ്ഥിരീകരിക്കാൻ പോലീസ് നടപടികൾ രഹസ്യമാക്കി. അഫാൻ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് ശരിയെന്ന് പോലീസിന് ബോധ്യപ്പെട്ടു. കടുത്ത സാമ്പത്തിക ബാധ്യതയിലാണ് 5 പേരുടെ ജീവനെടുത്ത കൂട്ടക്കുരുതിക്ക് തുനിഞ്ഞിറങ്ങിയതെന്നാണ് അഫാന്റെ മൊഴി. കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ കടമുണ്ട്. ഏതാണ്ട് 12 പേരിൽ നിന്ന് പലപ്പോഴായി കടം വാങ്ങിയതാണ്. കടക്കാർ പണം തിരിച്ചു വെച്ചതോടെ പ്രതിസന്ധിയിലായി. ആരും സഹായിക്കാനും ഉണ്ടായില്ല. കൂട്ടാത്മഹത്യക്ക് തീരുമാനിച്ചു. എല്ലാവരും മരിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് കൊല്ലാൻ തീരുമാനിച്ചതെന്ന് അഫാൻ മൊഴിയിൽ പറയുന്നു. സാമ്പത്തിക ബാധ്യതയിൽ സഹായിക്കുന്നതിന് പകരം കുറ്റപ്പെടുത്തിയതാണ് പിതാവിന്റെ സഹോദരൻ ലത്തീഫിന്റെ കുടുംബത്തോടുള്ള വിരോധം. സഹായിക്കാത്തത് ഉമ്മുമ്മയോടും ദേഷ്യമുണ്ടാക്കി. താൻ മരിച്ചാൽ കാമുകി ഫർസാന ഒറ്റയ്ക്കാകും. ഇതൊക്കെയാണ് ഇവരെയെല്ലാം വകവരുത്താൻ കാരണമായി അഫാൻ മൊഴിയിൽ പറയുന്നത്. ക്രൂരകൃത്യം ചെയ്ത ദിവസം ആദ്യം ആക്രമിച്ചത് സ്വന്തം ഉമ്മയെയാണ്. കഴുത്തിൽ ഷോൾ മുറുക്കി. ബോധം പോയപ്പോൾ മരിച്ചെന്ന് കരുതി മുറിയിൽ പൂട്ടിയിട്ടു. വെഞ്ഞാറമൂട്ടിലെ പണമിടപാട് സ്ഥാപനത്തിലെത്തി 1400 രൂപ അഡ്വാൻസ് വാങ്ങി. കടയിൽ നിന്ന് ചുറ്റികയും എലിവിഷവും ബാഗും വാങ്ങി. വീട്ടിലെത്തുമ്പോൾ ഉമ്മയ്ക്ക് ജീവനുണ്ട്. ചുറ്റിക കൊണ്ട് തലക്കടിച്ചു. ജീവൻ പോയെന്ന് കരുതി നേരെ പാങ്ങോട്ടേക്ക് പോയി. അവിടെ ഉമ്മുമ്മയെ കൊലപ്പെടുത്തി. വെഞ്ഞാറമൂടെത്തി ഉമ്മുമ്മയുടെ പക്കൽ നിന്ന് തട്ടിയെടുത്ത മാല പണയം വെച്ച് 64,500 രൂപ വാങ്ങി. 40,000 രൂപ കടം വാങ്ങിയ ആൾക്ക് തിരിച്ചു കൊടുത്തു. ലത്തീഫിനെയും ഭാര്യയും കൊലപ്പെടുത്തിയ ശേഷം വെഞ്ഞാറമൂട്ടിലെ ബാറിലെത്തി മദ്യപിച്ചു. ഒരു കുപ്പി മദ്യം വാങ്ങി. കാമുകി ഫർസാനയെ കൊലപ്പെടുത്തിയത് മദ്യലഹരിയിൽ. എലിവിഷം കഴിച്ച ശേഷമാണ് സഹോദരൻ അഫ്സാനെ കൊലപ്പെടുത്തിയത്. വിചിത്ര സ്വഭാവമുള്ള വ്യക്തിയെന്നാണ് മൊഴിയെടുപ്പിന് ശേഷം അഫാനെ കുറിച്ച് ഉദ്യോഗസ്ഥർ പറയുന്നത്. മൊഴിയെടുപ്പ് പൂർത്തിയായതോടെ മറ്റു നടപടികളിലേക്ക് കടക്കുകയാണ്. ഡിസ്ചാർജ് ചെയ്തില്ലെങ്കിൽ നാളെ തന്നെ ആശുപത്രിയിൽ അറസ്റ്റ് രേഖപ്പെടുത്തും. പിന്നീട് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് അടക്കം നടത്തും. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.